നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഐതിഹ്യങ്ങളും പുരാണങ്ങളും ചരിത്രവും ഒന്നിച്ചിഴചേർന്ന് കിടക്കുന്ന നാടാണ് നമ്മുടേത്. അതേപോലെ ലോകത്തിലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ പല കഥകളും പറയാനുണ്ട്. പലതും പറഞ്ഞറിഞ്ഞതും പാടിപ്പതിഞ്ഞതുമായ വരികളിലൂടെയും വാഗ്മൊഴികളിലൂടെയുമൊക്കെയാണ് നാം അറിയുന്നത്. ചില കഥകൾ പക്ഷേ അതിവിചിത്രവും അവിശ്വസനീയവുമാകാറുണ്ട്. പൊതുവെ ബുദ്ധമതത്തിൻ്റെ മൊണാസ്ട്രികളെക്കുറിച്ച് അതിശയോക്തിയുള്ള 1000 കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഭൂട്ടാനിലുള്ള ടൈഗേഴ്സ് നെസ്റ്റിനെ കുറിച്ചുള്ള കഥ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. പ്രത്യേകതകൾ ഒരുപാടാണ് ഈ സ്വപ്ന നഗരത്തിന്. സംസ്കാരവും സൗന്ദര്യവും പൈതൃകവും ചരിത്രവും നിറഞ്ഞ സന്തോഷത്തിൻ്റെ നാട് തന്നെയാണ് ഭൂട്ടാൻ. ഐതിഹ്യങ്ങളുടെയും പുരാണങ്ങളുടെയും കഥകൾ നിറഞ്ഞ അത്ഭുതങ്ങളുടെ നാട്. സന്തോഷത്തിൻ്റെ നഗരം എന്ന പെരുമയ്ക്ക് പിന്നിൽ ഇവിടുത്തെ ജനങ്ങളുടെ സന്തോഷകരമായ ജീവിതവും സുന്ദര കാഴ്ചകളുമൊക്കെയാണ്. 1962 മലമടക്കുകളിൽ നിർമ്മിക്കപ്പെട്ട ഈ ആശ്രമം ഭൂട്ടാനിലെ പ്രധാന തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ പാറോ തക്സാങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 8ാം നൂറ്റാണ്ടിൽ ഗുരു പത്മസംഭവ ധ്യാനിച്ചിരുന്ന ഇടമായിട്ടാണ് ഈ ഗുഹ വിശ്വസിക്കപ്പെടുന്നത്. ടൈഗേഴ്സ് നെസ്റ്റ് അല്ലെങ്കിൽ തക്സാങ് മൊണാസ്ട്രി സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്റർ, അതായത് 2995 അടി ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗിരിശൃംഗത്തിലെ പാറക്കെട്ടിൽ പടുത്തുയർത്തിയ ഈ ബുദ്ധക്ഷേത്ര സമുച്ചയം ടിബറ്റൻ ജനതയുടെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. ഇതിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. പണ്ട് 1200 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് ഗുരു പത്മസംഭവ എന്ന ആചാര്യൻ ഹിമാലയൻ രാജ്യങ്ങളിലാകെ ബുദ്ധമത സന്ദേശവുമായി ചുറ്റി സഞ്ചരിച്ചു. താമര ഇതളിൽ നിന്ന് പിറന്നവൻ എന്നാണ് ആളുകൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ബുദ്ധ സന്ദേശവുമായി ടിബറ്റിലെത്തിയ അദ്ദേഹത്തിന് അവിടെ വലിയ എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ അവിടെ അതിസുന്ദരിയായ ഒരു രാജകുമാരി അദ്ദേഹത്തിൻ്റെ ശിഷ്യയും ജീവിത പങ്കാളിയുമായി മാറി. ടിബറ്റൻ ബുദ്ധിസത്തിന്റെ മാതാവായി അറിയപ്പെടുന്ന ഏഷെ സൊഗ്യാൽ എന്ന രാജകുമാരിയായിരുന്നു അത്. തിബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുരു പത്മസംഭവയെക്കുറിച്ച് ഭൂട്ടാനിൽ എത്തിച്ചത് ആ രാജകുമാരിയാണ് എന്ന് പറയുന്നു. എങ്ങനെയാണെന്നോ രാജകുമാരി രക്ഷിച്ചത്? ആത്മീയ ശക്തി കൊണ്ട് രാജകുമാരി ഒരു പെൺകടുവയായി മാറി. പിന്നെ പത്മസംഭവയെ പുറത്തിരുത്തി തിബത്തിൽ നിന്ന് ഭൂട്ടാനിലെ ഈ മലമുകളിലേക്ക് ആ പെൺകടുവ പറന്നു അത്രേ. ഈ മലമുകളിലെ പുലിമടകളിൽ ഒന്നിലാണ് പത്മസംഭവ പിന്നീട് ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയത്. 3 വർഷവും 3 മാസവും 3 ദിവസവും 3 മണിക്കൂറും നീണ്ട അഗാധ ധ്യാനം. ഹിമാലയൻ നാടുകളിലാകെ ബുദ്ധമതത്തിന്റെ പരമകാരുണ്യം പരത്താൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയ ധ്യാനമായിരുന്നു അത്. ലോകം പിന്നീട് അദ്ദേഹത്തെ 2ാം ബുദ്ധൻ എന്നാണ് വിശേഷിപ്പിച്ചത്. 4 ക്ഷേത്ര കെട്ടിടങ്ങളും 8 ഗുഹകളും ഉൾക്കൊള്ളുന്നതാണ് പാറോ തക്സാങ്. കുത്തനെയുള്ള കയറ്റം കയറി വേണം പാറോ തക്സാങ്ങിൽ എത്താൻ. മൊണാസ്ട്രിയിലേക്കുള്ള സന്ദർശനത്തിന് 1 ദിവസം മുഴുവൻ എടുക്കും. യാത്ര വളരെ ബുദ്ധിമുട്ടേറിയതാണെങ്കിലും ഭൂട്ടാനിലെത്തുന്നവരെല്ലാം തന്നെ ടൈഗർ നെസ്റ്റ് കാണാതെ ഒരിക്കലും മടങ്ങാറില്ല. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഭൂട്ടാനിലെ കാഴ്ചകളിലും വ്യത്യാസങ്ങളുണ്ടാകും. ഓരോ സീസണുകളിലും അവിടുത്തെ കാഴ്ചകൾ എന്തെല്ലാമെന്നറിഞ്ഞ് യാത്രയ്ക്ക് തയ്യാറെടുക്കണം. വർഷം മുഴുവൻ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രാജ്യം കൂടിയാണ് ഭൂട്ടാൻ. അതുകൊണ്ട് തന്നെ ഉത്സവകാലങ്ങൾ യാത്രകൾക്കായി തിരഞ്ഞെടുക്കുന്നത് വേറിട്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് സമ്മാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ.